ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ 5:30 ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇച്ചിരി കൂടെ നേരത്തെയാണ് എണീറ്റത്. ഇപ്പം പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അവർക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ, അത് കാരണം ഞാൻ താമസിച്ചാണ് എണീക്കുന്നത്. ഇന്ന് 2 പേർക്കും പരീക്ഷയുണ്ട് കേട്ടോ. ദേവുവിനും അമ്മാളിനും പരീക്ഷയുണ്ട്. അമ്മാളിനപ്പം രാവിലെ 8:30 ആകുമ്പോൾ പോകണം കേട്ടോ. അന്നേരം അവൾക്ക് കാപ്പി കൊടുത്തു വിടണം. അത് കാരണം ഞാൻ ഇച്ചിരി കൂടെ നേരത്തെ എണീറ്റത്. പിന്നെ വീഡിയോ എടുക്കേണ്ട കാരണമാണ് ഞാൻ ഇച്ചിരി കൂടെ നേരത്തെ എണീറ്റത്. അല്ലെങ്കിൽ പിന്നെ 6 മണിയാകുമ്പോൾ എണീറ്റാൽ മതി. അപ്പോഴത്തേക്ക് 8:30 ആകുമ്പോഴത്തേക്ക് കാപ്പിയൊക്കെ ആവുമല്ലോ. അത് കാരണം പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ട കാരണമാണ് 5:30 ആയപ്പോൾ എഴുന്നേറ്റത്. പിന്നെ രാവിലെ തന്നെ ചോറൊക്കെ അങ്ങ് വെക്കാനായിട്ട് ചേട്ടന് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അത് കാരണം ഞാൻ രാവിലെ എണീറ്റപ്പോഴേ തന്നെ ബാക്കി ജോലികളൊക്കെ ഒതുക്കിയിട്ട് അങ്ങ് അടുപ്പ് കത്തിച്ച് ചെയ്ത് കേട്ടോ. ഇനി അടുപ്പ് കത്തിച്ച് അരി അടുപ്പിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് തീ നോക്കിയാൽ മതിയല്ലോ, അത് അവിടെ കിടന്ന് 8:30 ആകുമ്പോഴത്തേക്ക് വേവുമല്ലോ. അത് കാരണം ആദ്യമേ തന്നെ അങ്ങ് അരിയൊക്കെ അങ്ങ് അടപ്പത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒത്തിരി ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് കണക്ക് തന്നെ കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം എന്താ പറഞ്ഞു വന്നത്, അങ്ങനെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങി. ഞാൻ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി അതൊക്കെ മാറ്റിയിട്ട് പിന്നെ അവർക്ക് ചേട്ടനൊരു കട്ടൻ ചായ ഇട്ട് കൊടുത്ത്. അതൊക്കെ അങ്ങ് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ ഇട്ടതാ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അത് ചെയ്യാനൊക്കെ പോകുമ്പോൾ. അത് കാരണം ഞാൻ ആദ്യമേ തന്നെ അവരുടെ പണിയെല്ലാം അങ്ങ് ഒതുക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഇന്ന് ചെയ്യാമല്ലേ. ഇന്നാണെങ്കിൽ രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ. അപ്പം ഇഡ്ഡലി സാമ്പാറും അതിനുള്ള പരിപ്പാണ് ഞാൻ അടുപ്പ് വെച്ചത്. പിന്നെ ആണെങ്കിൽ ഇനി നെത്തോലിയാണ് ഉള്ളത്. അത് ഞാൻ വെട്ടിക്കഴുകി വെച്ചേക്കുകയായിരുന്നു കേട്ടോ, പക്ഷെ മുള്ള് കളഞ്ഞില്ല. അത് ഇപ്പം ഞാൻ വിചാരിച്ച് തോരൻ വെക്കാമെന്ന്, കറി വെക്കുന്നില്ല. ഇന്നലെ കറി വെച്ചത് കുറച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ വലിയ പാടാണ് തലേന്നത്തെ കറിയൊക്കെ കൂട്ടാൻ. എന്നാലും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, കൂട്ടുന്നെങ്കിൽ കൂട്ടട്ടെ. അപ്പോൾ ഇന്നും വീണ്ടും കറി വയ്ക്കുകയാണെങ്കിൽ അത് ചിലവാകത്തില്ല. അത് കാരണം ഞാൻ വിചാരിച്ചങ്ങ് തോരനാക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ നെത്തോലി എല്ലാം മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി അതിനകത്തോട്ടും തേങ്ങ വേണ്ടേ, തോരന് തേങ്ങ വേണ്ടേ. അത് കാരണം ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് തിരുമിയെടുത്ത് കേട്ടോ. ഇനിയപ്പോൾ നമുക്ക് മീൻ തോരന് വേണ്ടുന്ന പിന്നെ അരപ്പ് റെഡിയാക്കാം കേട്ടോ. ആദ്യമാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം. ഇതൊക്കെ അരിഞ്ഞെടുക്കാനുള്ള പാടുകൊണ്ടാണ് ഞാനങ്ങ് ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട്. മറ്റേത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ചുമന്നുള്ളിയാണ് ഈ തോരന് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോഴാണെങ്കിൽ അതും അരിയാനുള്ള പാട് കാരണം ഞാനങ്ങ് ഇടിയല്ലിയിട്ട് ചതച്ചെടുത്തേത് കേട്ടോ. അതാകുമ്പോൾ എളുപ്പമാണ് നമുക്ക് കേട്ടോ. ഇനി അരപ്പിന് വേണ്ടി നമുക്ക് കുരുമുളക് വേണേ. കുരുമുളക് ചതച്ച കുരുമുളകാണ് വേണ്ടത്. എൻ്റെ ഈ ചതച്ച കുരുമുളക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തേത് കേട്ടോ. പിന്നെ ഒരു 2 പിടി തേങ്ങയും നമ്മളെ മീനനുസരിച്ച് അരപ്പ് ചേർക്കണം കേട്ടോ. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും മതി നമുക്ക് അരപ്പിനായിട്ടിട്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ മീൻ തോരനൊന്നും നമ്മൾ ജീരകം ഒന്നും ചേർക്കത്തില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ച് കാരണം അത് വെളുത്തുള്ളി അരച്ചതുമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചച്ചുവ മാറുമ്പോൾ ചുമന്നുള്ളി ഇട്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഇതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും അരപ്പും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. അതിനകത്ത് ഇച്ചിരി മുളക് പൊടി കുറവുള്ളതാണൊക്കെ തോന്നിയ കാരണം ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിത്തിരി വെള്ളം ചേർത്താൽ മതി കേട്ടോ. മീനൊന്ന് വെന്ത് വരാനുള്ള വെള്ളം. മീൻ നെത്തോലിയല്ലേ, അത് കാരണം ഒരുപാട് വെള്ളം വേണ്ട. തോരനാക്കാനാകുമ്പോൾ ഒരുപാട് വെള്ളവും വേണ്ട കേട്ടോ. അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇന്നലെ ബജ്ജി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇച്ചിരി പച്ചക്ക ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഞാൻ ഇന്നങ്ങ് തോരനകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതും പിന്നെ ഒരു 2 പച്ചക്കയും പിന്നെ അതിനകത്തോട്ട് സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ തോരനൊക്കെ ദാണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തോത്തിയെടുത്താൽ മതിയേ. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ സാമ്പാറിന് കടുക് കാച്ചാനാണ് വെച്ചേക്കുന്നത്. ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവിടെയൊക്കെ തുടയ്ക്കുകയും പിന്നെ പാത്രങ്ങളുള്ളത് അന്നേരം കഴുകുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമുക്കിടെ പരിവാറ്റം തീരുന്ന അനുസരിച്ച് തന്നെ നമ്മുടെ ജോലികളും അങ്ങ് തീരും കേട്ടോ. അപ്പോൾ നമ്മൾ പരിവാറ്റം തീരുമ്പോഴത്തേക്ക് നമുക്ക് തുടപ്പും തൂപ്പും എല്ലാം അങ്ങ് കഴിയും കേട്ടോ. ഇതിപ്പോൾ ഇനി ഞാൻ സാമ്പാറിന് കടുക് കാച്ചുവാണേ. കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് നമ്മളെ പൊടികളെല്ലാം ചേർക്കുക. സാമ്പാർ ചേർക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഇച്ചിരി സാമ്പാർ പൊടിയും ഞാൻ ചേർക്കും കേട്ടോ. പിന്നെ ആണെങ്കിൽ അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിട്ടില്ലേ
അതിനകത്തോട്ട് അങ്ങോട്ട് പിന്നെ ഒരു ഇത്തിരി വെള്ളവും കൂടെ അതിനകത്തോട്ട് നമുക്ക് മലയാളിയൊക്കെയുള്ള രസമല്ലേ, നമ്മൾ എന്തെടുത്താലും അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഒഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. പിന്നെ ഇച്ചിരി പുളിയും ഇച്ചിരി കായപ്പൊടിയും, ഇത്രയാകുമ്പോൾ നമ്മളെ സാമ്പാർ റെഡി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് വിഭവമാണ് സാമ്പാർ കേട്ടോ. നാക്കൊന്ന് വല്ലാതെ ഉടക്കിപ്പോയി കേട്ടോ. പിന്നെ ആ പാത്രമൊക്കെ ഉണ്ടായിരുന്നതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആണെങ്കിൽ നമുക്ക് തോരനൂടെ വയ്ക്കുമ്പോൾ നമ്മുടെ പണി തീരും. പിന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതാണ്ട് ഞാൻ കടുക് വെച്ച് പച്ചക്ക അരിഞ്ഞതും പിന്നെ സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് നേരത്തെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ്, അതും തോരനുള്ള അരപ്പ് അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ ഇത്തിരി വെള്ളമൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഇപ്പോഴത്തെ ഞാനതിങ്ങനെ ചെറിയ അടുപ്പിനകത്തോട്ടാക്കിയിട്ട് ഇപ്പോഴത്തോട്ട് ഇഡലിക്ക് വെക്കുകയാണേ. ഇപ്പോൾ ഒരു 7-7:30 ആവാറായിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ഇനിയിപ്പോൾ പോകാറായില്ലേ, അത് കാരണം അവൾ കുളിച്ച് റെഡിയായി യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴത്തേക്ക് ഇനി ഇഡലിയും കൂടെ റെഡിയായാൽ അവൾക്ക് കാപ്പി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മിക്സി ഒന്നും ഇല്ലായിരുന്നേ. അപ്പം ഞങ്ങളാണെങ്കിൽ മില്ലിൽ കൊണ്ടുപോയാണ് ഇത് ഇഡലി ഒഴിക്കുന്നപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. മില്ലിൽ കൊണ്ടുപോയായിരുന്നു ആട്ടുന്നത് കേട്ടോ. അതെൻ്റെ ജോലിയായിരുന്നു കേട്ടോ. എന്നും 3 മണിയാകുമ്പം സ്കൂൾ വിട്ട് വരുമ്പം മില്ലിൽ അരി കൊണ്ടുവെക്കാൻ പോകണം. പിന്നെ ഒരു 6 മണിയാകുമ്പം അത് പോയി എടുത്തുകൊണ്ട് വരണം. ഇതെൻ്റെ ജോലിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. അടുത്ത മില്ല് ഇച്ചിരി ദൂരമുണ്ട്. അത് കൊണ്ടുവയ്ക്കുകയും എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നത് എൻ്റെ ജോലിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. അതൊന്ന് അടച്ചിട്ട് ഇനിയാണെങ്കിൽ നേരത്തെ നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്നില്ലേ ഇഡലി, അതൊന്ന് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളവി കിട്ടും കേട്ടോ. നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ ഇളക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ ഇഡലി ഇങ്ങനെ ഒരു ഒട്ടുന്ന കണക്ക് തോന്നുകയും ചെയ്യും. നമ്മളുടെ ഇഡലിയുടെ ആ തട്ടിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇഡലി ആണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് നമുക്ക് തണുക്കാൻ വെക്കണം. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ തട്ടെടുക്കുമ്പോഴേ അടിയിൽ വെള്ളമില്ലേ, അതിൽ നിന്ന് ആവി തട്ടിയിട്ട് എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളി കേട്ടോ. പൊള്ളിയെന്ന് വെച്ചാൽ അങ്ങനെ നന്നായിട്ട് ആവി തട്ടി നമുക്ക് ചൂടെടുക്കത്തില്ലേ കൈക്ക്, അങ്ങനെ ഒന്ന് പറ്റി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് തന്നെ ഇളവി വരും കേട്ടോ. ഇനിയിപ്പോൾ മോൾക്ക് കാപ്പി കൊടുക്കുകയാണേ. അവൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്, 8 മണിയായിട്ടുണ്ട്. ചേട്ടൻ അമ്പലത്തിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അവളെ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ അന്നേരം അവൾക്ക് കൊണ്ടാക്കിയ പിന്നെ വന്നിട്ട് വേണം മൂത്ത ആളും ചേട്ടനും കൂടെ ഓഫീസിൽ പോകാൻ. അത് കാരണം ആദ്യം അവളെ അങ്ങ് കൊണ്ടാക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. ഞാൻ ഇളക്കി കഴിഞ്ഞപ്പോഴേ ഒരു ഇത്തിരി അങ്ങ് താഴത്ത് വീണിട്ടുണ്ട് കേട്ടോ. അത് കൈയോടെ അങ്ങ് വൃത്തിയാക്കിയില്ലെങ്കിലേ പിന്നെ അത് അവിടെ എല്ലാം ഞാൻ തുടച്ച് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് ഞാൻ ജോലിയുടെ ഇടയിൽ അങ്ങ് തുടച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ. അപ്പോഴവിടെ നിന്ന് ഇച്ചിരി എപ്പോഴും ഉള്ളതാണ്, ഞാൻ എന്തിളക്കിയാലും അത് ഇച്ചിരി തറയിപ്പോവും. കൈയോടെ അതങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അല്ലെങ്കിൽ അത് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ചവിട്ടിലും ആവും. പിന്നെ അത് അങ്ങോട്ട് വെക്കുമ്പോൾ വെക്കുന്നിടത്തും ആവും. അത് തന്നെ കൈയോടെ അങ്ങ് തുടച്ച് മാറ്റിയത് കേട്ടോ. ഇത് ഞാൻ 2ാമത് കോരി ഒഴിച്ചതാണേ. 2 വട്ടം ആക്കണം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കണ്ടേ. എന്നാൽ ഒരു 2-3 ഇഡലി അധികവും വരും. എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് അങ്ങ് ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി 2 തട്ടായിട്ട് അങ്ങ് ഉണ്ടാക്കുക. 2-3 അധികമൊക്കെ വന്നാലും കുഴപ്പമില്ലല്ലേ, വൈകിട്ട് കഴിക്കാമല്ലേ. പിന്നെ ഞാൻ എല്ലാ പാത്രത്തിനകത്തു നിന്നും വേറെ കൊച്ചു കിണ്ണി ചരുവത്തിനകത്തോട്ട് അങ്ങ് മാറ്റും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒക്കെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ ജോലി പെട്ടെന്ന് ഒതുങ്ങുമല്ലേ. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇഡലിയും കൂടെ വെന്ത ഗ്യാസും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ തുടപ്പും കഴിവൊക്കെ ഒരുവിധം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുക്കളപ്പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരെ പറഞ്ഞു വിടാനുള്ള ഉടുപ്പൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ചേട്ടൻ്റെ ഉടുപ്പും പാൻറ്റും ഒക്കെ എനിക്ക് ജോലി തിരക്ക് കൂടുതലുണ്ടെങ്കിൽ ഇത് ചേട്ടൻ അങ്ങ് തേച്ചെടുത്തോളും കേട്ടോ. പിന്നെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇനി മക്കൾക്ക് ഇന്ന് ചോറൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ, അവർക്ക് ഉച്ചവരേ ഉള്ളൂ പരീക്ഷ. അപ്പം ഇനിയിപ്പോൾ എനിക്ക് 11:30 കഴിയുമ്പം ഇളയാളെ വിളിക്കാനും പോകണം കേട്ടോ. അവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവസാനമാണ് പാല് കാച്ചുന്നത്. അതുകൊണ്ട് ടേബിളിൽ കഴിക്കാനായിട്ട് വന്നപ്പോഴാണ് കണ്ടത്. ബുക്കുകളെല്ലാം പറക്കി നിരത്തി വെച്ചേക്കുകയാണ് പഠിച്ചിട്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ കുട്ടികൾ ബുക്കെല്ലാം പറക്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണോ പോകുന്നത്? ഇതാണെങ്കിൽ എത്ര പറഞ്ഞാലും അവർ ബുക്ക് പറക്കൊണ്ട് വെക്കത്തില്ല. പിന്നെ നമ്മുടെ ഒരു ജോലിയാണ് ബുക്ക് പറക്കിക്കൊണ്ട് അടുക്കി വെക്കലൊക്കെ. പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഇനി എനിക്ക് തൂത്താലും കൂടെ മതി കേട്ടോ. ഇന്ന് തുടപ്പില്ല, ഞാൻ ഇന്നലെ തുടച്ച് വൃത്തിയാക്കിയത്. അത് കാരണം
ഇന്നിനിയിപ്പം തുടയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ജോലിയൊക്കെ. ഞാനാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. 4 ഇഡ്ഡലി ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ പാത്രം കാണുമ്പോൾ നിങ്ങളേക്ക് ഇത്രയൊക്കെ കഴിക്കുമെന്ന് വിചാരിക്കും കേട്ടോ. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ എന്തോ ഒരുപാട് കൺട്രോൾ ഫുഡിനകത്തൊന്നും ഞാൻ ഒരുപാട് കൺട്രോളൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേണക്ക് തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി എനിക്ക് തൂക്കാനും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോഴിനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്. താങ്ക് യു.